എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. സൃഷ്ടി എന്ന ഈ വീട് നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. പാലക്കാട് സ്റ്റേഷനപുരത്താണ് ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത്. ഈ വീട് ചെയ്യാനായിട്ട് എൻ്റെ ക്ലയൻസ് രേഷ്മാൻ ജിതേഷിനെ സമീപിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടത് 1400 സ്ക്വയർ ഫീറ്റിലൊരു 3 BHK വീട് ചെയ്യണമെന്നുള്ളതായിരുന്നു. പിന്നെ അവരാവശ്യപ്പെട്ടത് നല്ല കാറ്റും വെളിച്ചം വീടിനകത്തേക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ട റിക്വയർമെൻറ്റ്സ് നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സൈറ്റിൻ്റെ പൊസിഷൻ റോഡിൽ നിന്ന് കുറച്ചധികം ഉയർന്നാണ് ഈ ഒരു പൊസിഷൻ, ഈ ഒരു സൈറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ വീട്ടിലേക്ക് റോഡിൽ നിന്ന് വരുമെന്നുള്ളത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഒരു മോഡേൺ തീമിലുള്ളൊരു വീട് ചെയ്യാമെന്ന് ഞങ്ങൾ മ്യൂച്വലി ക്ലയൻറ്റ് ഡിസ്കസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിന് മോഡേൺ തീമിലാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തത്. വീടിൻ്റെ 2 ഗേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെഡിസ്ട്രിയൻ ഗേറ്റും നമ്മൾ കാർക്ക് ആക്സസ് ചെയ്യാനായിട്ടൊരു ഡ്രൈവ് വേ ഗേറ്റ് കൂടി നമ്മൾ കൊടുത്തു. ലാൻഡ്സ്കേപ്പിംഗ് വീടിന് ചുറ്റുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 12 സെൻറ്റും ഈ ഒരു വീട് 1400 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വീട് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോർത്ത് ഫേസിംഗ് ആയിട്ട് ഒരു ബാൽക്കണി നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ചെറിയ പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഒരു പാറ്റിയോ ഏരിയയിലാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഹായ്, ഐ എം രേഷ്മ ശിവകുമാർ. ഇതെൻ്റെ വീടാണ്. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ 10 വർഷമായിട്ട് ചെന്നൈയിലായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് ഞാൻ എൻ്റെ പാരൻസിനെ മാറ്റണം എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ആരുടെ അടുത്ത് ഏൽപ്പിക്കും, കാരണം ഞങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കൊച്ചിയിലാണുള്ളത്. അപ്പോൾ പാലക്കാടാണ് ഈ സൈറ്റിലുള്ളത്. അപ്പോൾ അത് ആരെ ഏൽപ്പിക്കും എന്നുള്ള ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആർ ലാബിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ റമീസിൻ്റെ വീഡിയോസ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ചെന്ന് റമീസിനെ മീറ്റ് ചെയ്തു. നമ്മുടെ ഐഡിയാസ് റമീസുമായിട്ട് സംസാരിച്ചു. അപ്പം നമ്മൾ റമീസിനോട് പറഞ്ഞത് നമുക്കൊരു 3 ബെഡ്റൂംസ് വേണം, അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ വേണം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റമീസ് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തു. ഈ വീട്ടിലിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെയുള്ള കാറ്റും അതുപോലെ തന്നെ വെളിച്ചമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡോർസ് എല്ലാം നമ്മൾ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈം ഭയങ്കര കാറ്റും വെളിച്ചമാണ്. നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഈവൻ ഈവനിങ് ആണെങ്കിൽ പോലും നൈറ്റ് ആണെങ്കിൽ പോലും പുറത്ത് ഏതെങ്കിലും ലൈറ്റ് ഇട്ടാൽ പോലും നമുക്ക് അകത്തേക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടും. വീടിൻ്റെ പ്ലാനിങ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നമ്മൾ നോർമലി വീടിന് കാണുന്നതിലാറ് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ വലിയ സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വിഡ്ത്തിൽ ആണ് നമ്മൾ സ്റ്റെപ്സ് എല്ലാം കൊടുത്തിട്ട് ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് മെയിൻ ഡോർ ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിൽ കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു ചെറിയ ഫോയർ സ്പേസിലേക്കാണ്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ലിവിങ് റൂമാണ് വരുന്നത്. ലിവിങ് റൂം അത്യാവശ്യം വലിയൊരു ലിവിങ് റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം ലിവിങ് റൂമിലേക്ക് ലഭിക്കാൻ സഹായിക്കും. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു ജാളി വർക്ക് എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന ഒരു വലിയ ലിവിങ് റൂമാണ്. TV യൂണിറ്റ് എല്ലാം തന്നെ അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് കഴിഞ്ഞാൽ നമ്മൾ വീടിനകത്തേക്ക് പിന്നെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മളൊരു ചെറിയൊരു പാർട്ടീഷൻ, ഒരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ. പാറ്റിയോയും ഡൈനിങ്ങും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഡോർ വിൻഡോയിലാണ്, UPVC നമ്മൾ ചെയ്തിട്ടുള്ളത്.
പാറ്റിയോൻ്റെ ഭാഗത്ത് ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് പാറ്റിയോ വരുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ ലിവിങ് ഏരിയയോട് ചേർന്ന് ഇത് വരുന്നത് കൊണ്ട് തന്നെ ലിവിങ് ഏരിയ അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഗ്ലാസ് പാർട്ടീഷനാണല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫീൽ നമുക്ക് കിട്ടും. ഈ പാറ്റിയോയിൽ തന്നെയാണ് നമ്മൾ ഹാൻഡ് വാഷ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് തീമിലാണ് കിച്ചൺ ഓവറോളായിട്ട് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ക്യാബിനറ്റ്സ് ആണെങ്കിലും അതേപോലെ കൗണ്ടർ ടോപ്പ് ടൈലും എല്ലാം തന്നെ ഒരു വൈറ്റ് തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് നമ്മൾ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലും അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് കോർണറിലുമായിട്ട് 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഫസ്റ്റ് ഫ്ലോറിലും വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂംസിലും നമ്മൾ ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡ്, വാർഡ്രോബ്സ് എല്ലാം തന്നെ എല്ലാ ബെഡ്റൂംസിലും സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് എല്ലാ ബെഡ്റൂംസും തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു 1400 സ്ക്വയർ ഫീറ്റിനകത്തേ ഉള്ളൂ ഈ വീട്. പക്ഷേ ഈ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്പേസ് ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. അതിന് കാരണം ആക്ച്വലി റെമീസിൻ്റെ ഈ ഐഡിയ തന്നെയാണ്. ഗ്ലാസ്സിലേക്ക് നമ്മൾ എല്ലാ ഡോർസും നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വീടിന് ഇഷ്ടം പോലെ ബാൽക്കണീസ് ഉണ്ട്. ഫ്രണ്ടിൽ മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട്, സൈഡിലുണ്ട്. ഏകദേശം 3-4 ബാൽക്കണീസ് ഇവിടെയുണ്ട്. നമുക്ക് ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ കൂടാനും ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്പേസ് ആയിട്ട് ഇത് മാറ്റി തന്നിട്ടുണ്ട്. എനിവേ ഐ എം വെരി ഹാപ്പി. താങ്ക് ടു റെമീസ് ആൻഡ് RA Lab ടീം.